ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. ഒത്തിരി നാളായിട്ടുണ്ട് അല്ലേ എൻ്റെ ഈ ഒരു ഇൻട്രോ കേട്ടിട്ട്. അപ്പോഴേ എൻ്റെ ഷോർട്സിലൂടെ മനസ്സിലായിട്ടുണ്ടാവും മകള് ലീവിന് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് കേട്ടാ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. കാരണം മാക്സിമം അവൾക്ക് നമ്മുടെ സമയം അവൾക്കായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വളരെ ദൂരെ നിന്നുമല്ലേ അവൾ വന്നത്. അതുകൊണ്ട് അമ്മ എന്ന നിലയ്ക്കും എൻ്റെ അവൈലബിലിറ്റി അവൾക്ക് കിട്ടിയിരിക്കണം എന്ന് ഒരു ഉറപ്പുവരുത്തലിന്റെ ഭാഗമായിട്ട് ഞാൻ മാക്സിമം സമയം അവൾക്കായിട്ടാണ് നീക്കി വെച്ചത്. എന്നിരുന്നാലും നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, സംശയങ്ങൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അതിനെല്ലാം മോഹനേട്ടൻ അപ്പപ്പോ മറുപടികളും കൊടുത്തുകൊണ്ടേയിരുന്നു. ആ കൂട്ടത്തില് നമ്മളൊരു കുഞ്ഞു ഓർക്കിഡ് ക്ലാസ്സും കൂടെ കണ്ടക്ട് ചെയ്യുകയുണ്ടായി. ജാനുവരി 26 നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ഷേബയും ഫ്രണ്ട്സും കൂടെ 4 പേർക്ക് നമ്മൾ ഒരു വൺ ഡേ ക്ലാസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. മോഹനേട്ടൻ അവർക്ക് ക്ലാസ് എടുക്കേണ്ടായി. വളരെ ഹാപ്പിയാണ് ഷേബയും ഫ്രണ്ട്സും. അവര് പനമ്പള്ളി നഗറിൽ നിന്നുമാണ് വന്നത്. ജോലിക്കാരായതുകൊണ്ട് ഈ 26 തന്നെ വേണം എന്നുള്ള അവരുടെ ആഗ്രഹം. നിരന്തരമായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കായിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡേ കൊടുക്കേണ്ടായി. കാരണം 4ൽ കൂടുതൽ പേർക്ക് അറ്റ് എ ടൈം ക്ലാസ് കൊടുക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഓർക്കിഡ് നഴ്സറിയുടെ ഓഫീസിൽ ഇല്ല. ആയതുകൊണ്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ആണ് നമ്മളത് കൊടുത്തത്. വളരെ ഹാപ്പി ആയിരുന്നു നമ്മുടെ ഓർക്കിഡ് ലവേഴ്സ്, ഷേബ ആൻഡ് ഫ്രണ്ട്സ്. അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഈ തിരക്കിനിടയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടേ ഇരുന്നു. അപ്പോഴേ നമ്മൾ വീണ്ടും ബാക്ക് ടു വീഡിയോസിലേക്ക് വരാണ്. എന്നോട് സഹകരിച്ചതിന് നന്ദി. അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയും ഓർക്കിഡ് ലവേഴ്സ് എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അതിലെ മെമ്പറുമായ ശ്രീമതി ലതിക രാജുവിന്റെ സംശയമാണ് ഇന്ന് എല്ലാവർക്കും കൂടെ വീഡിയോ രൂപത്തിൽ നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ കണ്ടാലോ? ശ്രീമതി ലതിക രാജു അയച്ചു തന്ന അവരുടെ ഗാർഡന്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് ഇത് നന്നായിട്ട് വളരാൻ എന്താണ് മോഹനേട്ട ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങൾ അയച്ചു തന്ന വീഡിയോ കണ്ടു കേട്ടാ. അതിന് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഇലകൊഴിച്ചൽ രോഗത്തിന്റെ തുടക്കമാണ്. കൂടാതെ ചെടികൾക്ക് ക്ഷീണമുണ്ട്. ശരിയായ നിങ്ങൾ കൊടുക്കുന്നില്ല, ചെടികൾക്ക് വളങ്ങൾ ശരിക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ക്ഷീണം വരുന്നത്. ക്ഷീണം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഇലകൊഴിച്ചൽ രോഗത്തിലുള്ള മരുന്ന് കൊടുക്കുക. അതിന് കൊടുക്കുന്ന നമ്മൾ അമിസ്റ്റാർ ടോപ്പോ അസക്ക മുതലായ മരുന്നുകൾ ഏതെങ്കിലും ഒന്ന് മേടിക്കാം. അമിസ്റ്റാർ കൊടുക്കുകയാണ് എങ്കിൽ ഏത് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ 1 ml 1 ലിറ്റർ വെള്ളം ഇന്ന അളവിലെടുത്തിട്ട് 4-ാം ദിവസം 2-3 പ്രാവശ്യം അടുപ്പിച്ച് കൊടുക്കണം. പിന്നെ മഞ്ഞപ്പ് എവിടെയെങ്കിലും കണ്ടെങ്കിൽ മാത്രമാണ് അത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ മഞ്ഞപ്പ് വരാൻ പോകുന്നതും മഞ്ഞച്ചു എല്ലാ ഇലകളും രോഗം ബാധിച്ച എല്ലാ ഇലകളും കൊഴിഞ്ഞു പോകും. പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാല് ഈ കടകളൊക്കെ ഇളകിയിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കടകൾ ദ്രവിച്ചിട്ട് അതിലുള്ള ചകിരി ഉണ്ടല്ലോ മീഡിയ, അതെല്ലാം ദ്രവിച്ചൊക്കെ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ ഒഴിക്കുന്ന വെള്ളം ശരിക്കും ഇതിൽ പിടിക്കാണ്ട് വരാം. ഇതിന് ഉണങ്ങി ദ്രവിച്ചിരിക്കണമെങ്കിൽ വെള്ളം ഒഴിക്കുന്ന വെള്ളങ്ങൾ അപ്പം നനവുണ്ടായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഡ്രൈ ആയി വെള്ളം തീരില്ലാത്ത ഒരവസ്ഥ വരും. അതിനൊക്കെ നോക്കിയെടുത്തിട്ട് റീപ്പോർട്ട് ചെയ്യുക. ഇളകിയിരിക്കുന്ന കടകളെയും ദ്രവിച്ചിരിക്കുന്ന കടകൾ റീപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് കടകൾ എപ്പം ടൈറ്റ് ആയിരിക്കണം അടിഭാഗം, എന്നാലാണ് പുതിയ വേരുകൾ കയറി പിടിക്കുള്ളൂ. അപ്പൊ അതിനെ റീപ്പോർട്ട് ചെയ്യുക. 19-19 ചേർന്ന NPK ആണ് പിന്നെ ഇനി വളമായിട്ട് കൊടുക്കേണ്ടത്. 4-ാം ദിവസം കൊടുക്കണം. 3-4 ഗ്രാം എടുത്താൽ മതി. 3 ഗ്രാം എടുത്താലും മതി. 4 ദിവസത്തിൽ ഒരിക്കലും. ഇപ്പൊ അങ്ങനെ ചെയ്താൽ മതി. 5 ഗ്രാം വരെ എടുക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് 3 ഗ്രാം ഇത് എടുക്കാം. 19-19 എടുക്കുക. വളം ചെയ്യുക. വളം കൂടെ തന്നെ ക്ഷീണം മാറാൻ ഏറ്റവും നല്ലത് നിറോബൈൻ ഗുളികയാണ്. നിറോബൈൻ ഗുളിക 10 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു ഗുളിക വേണ്ടു 4 ദിവസത്തിൽ ഒരു പ്രാവശ്യം. അപ്പൊ 10 ലിറ്റർ വെള്ളം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുളിക 4-ാം ദിവസം NPK കൂടെ ചേർത്ത് കൊടുക്കാം. അല്ല നിങ്ങൾ 5 ലിറ്റർ വെള്ളം ഉള്ളെങ്കിൽ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൊടുക്കണ്ട. അങ്ങനെ മാറി മാറി കൊടുക്കുക. പിന്നെ ഒരു നുള്ളി എപ്സം സാൾട്ട് കൂടി ചേർത്ത് കൊടുത്തോളൂ. NPK കൂടെ 1 ലിറ്ററിന് 1 നുള്ളി എപ്സം സാൾട്ട് ഇങ്ങനെ കൊടുക്കുക.
പിന്നെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അമിനോ ആസിഡാണ്. അമിനോ ആസിഡ് 4 ദിവസത്തിലൊരിക്കൽ കൊടുക്കുമ്പോൾ NPK കൂടെ തന്നെ 1 ml അമിനോ ആസിഡ് ചേർത്ത് കൊടുത്തോളൂ. ചെടികൾ ക്ഷീണമൊക്കെ മാറും. ക്ഷീണം മാറി ചെടികൾക്ക് 1 മാസം ആകുമ്പോഴേക്കും മാറും. പക്ഷെ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തൊന്ന് അവിടെ വെയിലാണ് എങ്കിൽ അല്പം തണലത്തൊന്ന് മാറ്റിക്കോളാം ചെടികൾ. ഇപ്പോൾ വെയിലിപ്പോൾ കൊള്ളുന്നത് അവർക്ക് ആ ക്ഷീണം മാറാൻ നല്ലതല്ല. അല്പം വെയിൽ കുറഞ്ഞ ഭാഗത്തേക്കൊന്ന് മാറ്റിയിട്ട് ക്ഷീണം മാറിയതിനു ശേഷം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറാവുന്നതാണ്. അങ്ങനെ കൂടി ചെയ്തോളൂ. അത് ഇരിക്കുന്ന സ്ഥലത്ത് വെയിലില്ല എങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. എങ്കിലും അവിടെ രോഗം വന്നതല്ലേ. അപ്പോൾ അമിസ്റ്റാർ ടോപ്പ് എന്ന് പറഞ്ഞ മരുന്ന് അടിക്കുമ്പോൾ എല്ലാ ഭാഗത്തും അടിക്കുക. ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും സമൂലം അടിക്കുക, നന്നായി അടിക്കുക. ചെടികളുടെ ക്ഷീണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് വെയിൽ കിട്ടാവുന്ന ഒരു ഭാഗം തന്നെ തിരഞ്ഞെടുക്കേണ്ടത്. അവിടേക്ക് ആണ് എപ്പോഴും ചെടി ഇരിക്കുന്ന ഭാഗം വെയിലുണ്ടായിരിക്കുക. വെയിലുണ്ടെങ്കിലും നേരിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല. അത് നേരിട്ട് വെയിൽ കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഒരു ഷെയ്ഡ് നെറ്റ് നിങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്യണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ട സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന ആ മരുന്ന് തന്നെ 19-19-19 തൽക്കാലം 1 വർഷം വരെ അത് തുറന്നു പോക്കോട്ടെ. അതിൽ കൂടെ ഈ ന്യൂറോബൈൻ ഗുളിക കണ്ടിന്യൂ ചെയ്യുക, എഫ്സസാൾട്ട് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ 1 ml അമിനോ ആസിഡ് പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞു. ഇനി കൂടാണ്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കാൽസ്യം നൈട്രേറ്റ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന അളവിലെടുത്തിട്ട് മാസത്തിൽ 2 തവണ കൊടുക്കണം. അത് കൊടുക്കുന്ന ദിവസം തനിയെ കൊടുക്കണം. അതിൽ വേറെ ഒന്നും മിക്സ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് സൾഫറാണ്. സൾഫർ നമ്മൾ ഒരു 2-2.5 ഗ്രാം 2 ഗ്രാം എടുത്താലും മതി, 2.5 ആയാലും കുഴപ്പമൊന്നുമില്ല. എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഈ 2-2.5 ഗ്രാം എടുത്തിട്ട് നമ്മൾ മാസം 2 തവണ കൊടുക്കുന്നതല്ലാണ്. ഈ സൾഫർ കൊടുക്കുമ്പോൾ സൾഫർ നല്ല ഏത് പൗഡറിൽ മിക്സായി വരുന്ന മരുന്നും കൊടുക്കുമ്പോൾ നമ്മൾ നാളെ കൊടുക്കേണ്ട ഇന്ന് വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ നന്നായി ലഭിച്ച് വയ്ക്കണം. അപ്പം മരുന്ന് മുഴുവനും വെള്ളത്തിൽ ലയിക്കും. അതിലുള്ള പൗഡറുകളൊക്കെ അടിയിൽ ഊറി വയ്ക്കും. അപ്പോൾ 2 ഗ്രാം എടുക്കുന്നിടത്ത് 2 ഗ്രാം എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ കുറച്ച് ഇത് ഒഴിവാക്കുമല്ലോ, ആ അടിഭാഗം ഒഴിവാക്കുമ്പോൾ കുറച്ച് അതിൽ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ എടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ എടുത്തിട്ട് സൾഫർ നമ്മൾ NPK മറ്റേലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കൂടാണ്ട് നമ്മൾ ബോറോൺ കൊടുക്കണം. ഇതൊക്കെ ചെടിയുടെ വളർച്ചയ്ക്കും പൂവുണ്ടാവാനും മറ്റെല്ലാ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനൊക്കെ വളരെ സഹായിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്താൽ മതി, ചെടികൾ നന്നായി വരും. അപ്പോഴേ മോഹനേട്ടൻ പറയുന്നത് പോലെ തന്നെ ചെയ്തു നോക്കൂ. നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ക്ഷീണമൊക്കെ മാറി വളരെ ഹെൽത്തി ആയിട്ട് വളരും. മാത്രമല്ല ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ അടുത്ത ജനറേഷനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോഴേ മിസ് ചെയ്യേണ്ട. നമുക്കിതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായിട്ട് ഇനിയും കാണാം. എൻ്റെ ചാനൽ ഇതുവരേക്കും സബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.